എന്റെ തിരുവാതുറപ്പിക്കല്ലേ? നിന്റെ അവസരത്തിൽ ഉണ്ടായിരുന്നോ? വിളിക്കുന്നത് വീട്ടിലേതെങ്കിലും മുതിർന്ന ആളുണ്ടെങ്കിൽ അവരെ വിളിച്ചാൽ മതി. എത്ര സമയം സംഘടന തുടങ്ങിയിട്ട്? കുറച്ചു നേരമായി. ഓ, ഞാൻ കുറച്ച് ലേറ്റ്. എടോ, വിവരം കേട്ടവരൊന്നും ഉണ്ടായിരിക്കും. ഇവിടെ കാര്യം മാത്രം പ്രസവിക്കാൻ കാര്യം പറഞ്ഞോണ്ടിരിക്കുന്നത്. ഞാൻ താങ്കൾ വീട്ടിലേതെങ്കിലും ഫോട്ടോ ആണ്, അത് നോക്കി വിളിച്ചാൽ മതി. വീട്ടിലേതെങ്കിലും ഫോട്ടോ ഉണ്ടെങ്കിൽ അത് നോക്കി വിളിച്ചാൽ മതി. നമുക്ക് അത്തരത്തിലുള്ള പരസ്പര ബഹുമാനത്തോടു കൂടിയുള്ള ഡിബേറ്റിലേക്ക് പോകാം. ശ്രീ ചാമക്കാല, ഗ്രഹണി ആസ്മയൊക്കെ ഉള്ള പിള്ളേര് പതിവായിരിക്കുന്നതിലും 10 അടി തള്ളിയിരുന്നോണം. പൊട്ടിപ്പാറുന്ന അടിയാ നടക്കാം. എത്ര വിചിത്രമായ വാദമായിട്ടാണ് വന്നിരിക്കുന്ന ആലോചിച്ചു. കേരളത്തിലെ ജനങ്ങളെയൊക്കെ എത്ര വിഡ്ഢികളാക്കുക. എന്ത് വേണോ പറയാനുള്ള അധികാരാവകാശമുണ്ട്. പക്ഷേ ഞാൻ പറയാത്ത കാര്യം ശ്രീ സുരേഷ് കുമാർ ദയവേത് താങ്കൾ ഇനി ഞാൻ സംസാരിക്കട്ടെ. താങ്കളുടെ അവസരത്തിൽ ചോദിച്ചതിന് ശേഷം ചാമക്കാല പറയും. കേട്ടതല്ലേ? അപ്പൊ നമ്മൾ എവിടെയാ പറഞ്ഞു നിർത്തിയത്? അതിന് നമ്മൾ തുടങ്ങിയില്ലല്ലോ. എന്നാ തുടങ്ങി. അല്ല, ഞാൻ നിങ്ങളോടാണ്, നിഷയോടാണ് പറഞ്ഞത്. ഞാൻ പറയാത്ത കാര്യം പറയരുതെന്നാണ് പറഞ്ഞത്. അപ്പോ ഇവിടെ നമ്മളെ സംബന്ധിച്ച് നിങ്ങൾ പറയാത്ത കാര്യം പറഞ്ഞിട്ടുണ്ടെന്ന് വീട്ടിൽ പോയി നോക്കിയാൽ മതി. ഞങ്ങൾ പറയട്ടെ, സംസാരിക്കട്ടെ. എടോ, വിവരം കേട്ടവരൊന്നും ഉണ്ടായിരിക്കും. ഇവിടെ കാര്യം മാത്രം പ്രസവിക്കാൻ കാര്യം പറഞ്ഞോണ്ടിരിക്കുന്നത്. ഇതൊരു നടക്കി പോണ ലക്ഷണില്ല. ഞാൻ ഇവന്റെ 2 വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. ഞാൻ താങ്കൾ വീട്ടിലേതെങ്കിലും ഫോട്ടോ ആണ്, അത് നോക്കി വിളിച്ചാൽ മതി. വീട്ടിലേതെങ്കിലും ഫോട്ടോ ഉണ്ടെങ്കിൽ അത് നോക്കി വിളിച്ചാൽ മതി. ശ്രീ ചാമക്കാല ചോദ്യത്തിന് ഉത്തരം പറയും. എടോപോടെന്നൊക്കെ വിളിക്കുന്നത് വീട്ടിലേതെങ്കിലും മുതിർന്ന ആളുണ്ടെങ്കിൽ അവരെ വിളിച്ചാൽ മതി. ഇങ്ങോട്ട് വിളിക്കണ്ട. ഈ നായിന്റെ മോനെ ഇനി ഞാൻ കൊന്നു. തന്റെ അവസരം സംഭാഷണത്തിലേക്ക് പോരുന്നത്. വീട്ടിൽ ആരെങ്കിലും മുതിർന്നവരുണ്ടെങ്കിൽ അവരെ വിളിച്ചാൽ മതി. അവരെ വിളിച്ചാൽ മതി. ഇങ്ങോട്ട് വിളിക്കണ്ട. ഇങ്ങോട്ട് ഞാൻ നിങ്ങളെ എന്താ ഉറക്കം വരും. പറഞ്ഞേട്ടാ, പോയി കേസ് കൊടുക്കുന്നേ. താങ്കൾ പോയി പിണറായി ഒരു കേസ് കൊടുക്ക്. നമുക്ക് അത്തരത്തിലുള്ള വർത്തമാനമൊന്നും വേണ്ട. പരസ്പര ബഹുമാനത്തോടു കൂടിയുള്ള ഡിബേറ്റിലേക്ക് പോകാം. ശ്രീ ചാമക്കാല, പുളിച്ചാരി എന്ന് കുറെ നേരം വിളിക്കുന്നു. ശ്രീ സുരേഷ് കുമാർ വേണ്ട. ശ്രീ ചാമക്കാല പറഞ്ഞു പൂർത്തിയാക്കും. എന്റെ തിരുവാതുറപ്പിക്കരുതേ. ഞാൻ വിളിച്ചില്ലല്ലോ. മര്യാദയ്ക്ക് എന്റെ തിരുവാതുറപ്പിക്കല്ലേ? നിന്റെ അവസരത്തിൽ ഉണ്ടായിരുന്നോ? താൻ വിളിച്ചാ പിന്നെ എനിക്ക് പറയാൻ ഇല്ല. അത്തരം വെല്ലുവിളികളോ ഭീഷണിയോ ഒന്നും വേണ്ട. ഈ പ്ലാറ്റ്ഫോം അതിന് അനുവദിക്കാൻ കഴിയില്ല. ശ്രീ ചാമക്കാല ഉത്തരം ഉണ്ടെങ്കിൽ പറയാം. ഞാൻ ഉണ്ടായിരിക്കാൻ എന്താ? തന്റെ കീഴ വീട്ടുകാരനാണോ? താൻ ആരാ? ഞാൻ എന്റെ അവസരത്തിൽ സംസാരിക്കുമ്പോൾ മിണ്ടായിരിക്കാൻ പറയണം. വിവരം കേട്ടവൻ, മനസ്സിലായില്ലേ? എന്നെ മര്യാദ പഠിപ്പിക്കാൻ വന്നല്ലോ ആദ്യം. എന്നെ മര്യാദ പഠിപ്പിക്കാൻ വന്നല്ലോ. ഞാൻ ഉണ്ടായിരുന്നില്ലേ? എന്നെ മര്യാദ പഠിപ്പിക്കാൻ വന്നല്ലോ. ഞാൻ ഉണ്ടായിരുന്നില്ലേ? ഞങ്ങളുടെ പ്ലാറ്റ്ഫോം അശ്ലീലം പറയരുത്. പൊതു ചർച്ചയാണ്. നിങ്ങൾ ഈ ചന്ദ്ര വിഷയം ഒഴിവാക്കൂ. ഞാൻ താങ്കൾ മിണ്ടായിരിക്കുന്നത് ഞാൻ മിണ്ടായിരുന്ന ആളാ. ഞാൻ സംസാരിക്കാൻ സുരേഷ് കുമാർ, വിളിക്കേണ്ടി വന്നാൽ വിളിക്കും, വിളിപ്പിച്ചാൽ വിളിക്കും, വിളിക്കേണ്ടി വന്നാൽ വിളിക്കും, വിളിപ്പിച്ചാൽ വിളിക്കും. സാധാരണ മനുഷ്യൻ കൂടുതൽ വേണ്ട, മര്യാദയ്ക്ക് സംസാരിക്കണം. പറഞ്ഞേട്ടാ, എന്ത് പ്രഹസനമാണ് സജി. താൻ ആരോടെ എടാന്ന് വിളിക്കാൻ? താൻ ആരാ എന്നെ എടാന്ന് വിളിക്കാൻ? പിണറായിക്ക് എന്താ 3 കാലുണ്ടോ? താൻ ആരാ 4 കാലുണ്ടോ? ശ്രീ സുരേഷ് കുമാർ ദയവായി പ്രതികരിക്കണം. രണ്ടുപേരും പ്രകോപനം ഉണ്ടാക്കരുത്. ചാമക്കാല ദേവസ്വം ബോർഡിന്റെ പറഞ്ഞത് ചാനൽ ഫ്ലോറിൽ എടോ നല്ല വിളിച്ച് സംസാരിക്കേണ്ടത്, മനസ്സിലായോ? താൻ മര്യാദ പഠിപ്പിക്കണം. താൻ ആരെടുത്താ മര്യാദ കാണിക്കുന്നത്? ഞാൻ തന്നെ പോലെ നീ എടോന്ന് വിളിക്കുമ്പോ ചോദിച്ചാൽ ഉത്തരം പറയില്ല. ഞാൻ എന്ത് പറയണമെന്ന് ഞാൻ തീരുമാനിക്കും. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷമുണ്ട്.
മര്യാദയ്ക്ക് സംസാരിക്കണം. വിളിക്കേണ്ടി പറഞ്ഞു വന്നാൽ കേട്ടോ. വിളിക്കും. അങ്ങനെ പേടിച്ചു പോകുന്നവനൊന്നും അല്ല ഞാൻ. എന്നാലും വെറുതെ ചോദിക്കാം, ഈ കോയമ്പത്തൂർക്കുള്ള ബസ് പോയാൽ മര്യാദയ്ക്ക് സംസാരിക്കണം. മര്യാദ അതെ, അതുകൊണ്ടാ പറഞ്ഞ കേസ് വിളിക്കണത് തിരിച്ച് അതേപോലെ കേൾക്കും. അതുകൊണ്ടാ കേസ് കൊടുക്കാൻ പറഞ്ഞത്. അത് തിരിച്ച് അതേപോലെ അതുകൊണ്ടാ കേസ് കേൾക്കും. കൊടുത്തോളാൻ പറഞ്ഞത്. പിണറായി അതേപോലെ വിജയൻ കേസ് കേൾക്കും. എടുക്കട്ടെ. എന്നെ കേസ് എടുക്കട്ടെ. അതേപോലെ കേൾക്കും. അല്ലല്ല, അതേപോലെ അതെ. കേൾക്കും. പാലും ചൂട്ടി പോകില്ല. കേട്ടാൽ അങ്ങനെ എന്നെ പോകുന്നവർ തിരുവാതിര കാണുമായിരിക്കും. എനിക്ക് അങ്ങനെയുള്ളവരായിരിക്കും നന്നായി സ്വന്തം ഈ പാർട്ടി വിഷയത്തിൽ നിന്ന് കണ്ടിട്ടുള്ളത്. ദയവ് ചെയ്ത് നിങ്ങൾ രണ്ടുപേരും മനസ്സിലാക്കണം. കേരളത്തിൽ തൽക്കാലം ഇത്രയും മതി. വരട്ടെ.